നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇടവം മാസഫലം 2026 തയ്യാറാക്കിയത് ജയറാണി EV. ഇടവം മാസഫലം 2026 പൊതുവിവരങ്ങൾ. മെയ് 15-ന് സൂര്യൻ ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഗ്രഹനില പ്രകാരം മേടത്തിൽ ചന്ദ്രനും കുജനും, ഇടവത്തിൽ ബുധനും, മിഥുനത്തിൽ വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്നു. ചിങ്ങത്തിൽ കേതുവും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയും തുടരുന്നു. ജൂൺ 2-ലെ വ്യാഴമാറ്റം ഈ മാസത്തെ ഫലങ്ങളിൽ നിർണായകമാണ്. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം മന്ദത അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി ധനനഷ്ടത്തിനോ മാനഹാനിക്കോ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അർഹമായ ലാഭം ലഭിക്കാതെ വരികയോ വഞ്ചിക്കപ്പെടാനോ സാധ്യതയുണ്ട്. ജൂൺ 2-ലെ വ്യാഴമാറ്റത്തിന് മുൻപ് എല്ലാ കാര്യങ്ങളിലും മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും. തലവേദനയോ ചർമ്മരോഗങ്ങളോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സൂര്യൻ സ്വന്തം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് ഉചിതമാണ്. ഹൃദയ സംബന്ധമായോ നേത്ര സംബന്ധമായോ അസുഖങ്ങൾ ഉള്ളവർ കൃത്യമായ വൈദ്യസഹായം ഉറപ്പുവരുത്തണം. അനാവശ്യമായ ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുമായി അകൽച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകളിൽ പരിക്കുകൾ ഏൽക്കാതെ ശ്രദ്ധിക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സൂര്യൻ 12-ാം ഭാവത്തിലേക്ക് മാറുന്നത് ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്ന് സൂചിപ്പിക്കുന്നു. തൊഴിൽപരമായ തടസ്സങ്ങളോ സ്ഥാനനഷ്ടമോ നേരിടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തിരിച്ചടികൾ നേരിടാം. കുടുംബാംഗങ്ങളുമായോ പങ്കാളിയുമായോ കലഹങ്ങൾ ഒഴിവാക്കാൻ ക്ഷമയോടെ പ്രവർത്തിക്കുക. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിയാം. ഉഷ്ണരോഗങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ എടുക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സൂര്യൻ ലാഭസ്ഥാനത്തേക്ക് മാറുന്നത് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ്സിൽ വളർച്ചയും ഈ മാസത്തെ സവിശേഷതകളാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഉയർന്ന പദവികൾ ലഭിക്കാം. എങ്കിലും ജൂൺ 2-ലെ വ്യാഴമാറ്റത്തിന് മുൻപായി സഹോദരങ്ങളുമായോ ബന്ധുക്കളുമായോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കർമ്മസ്ഥാനത്തെ സൂര്യന്റെ മാറ്റം എല്ലാ മേഖലകളിലും അഭിവൃദ്ധി നൽകും. വിചാരിക്കുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കും. അകന്നു കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ ഒന്നിക്കാൻ അവസരം ലഭിക്കും. രാഷ്ട്രീയക്കാർക്ക് ഉയർന്ന പദവികളും പ്രശസ്തിയും കൈവരും. ദാമ്പത്യ സൗഖ്യവും സാമ്പത്തിക ലാഭവും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. പുതിയ വാഹനമോ വസ്തുക്കളോ സ്വന്തമാക്കാൻ യോഗമുണ്ട്. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വരവിൽ കവിഞ്ഞ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായ ദേഷ്യം ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ ഇടയുള്ളതിനാൽ സംയമനം പാലിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പുലർത്തിയില്ല എങ്കിൽ നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടേക്കാം. സ്ത്രീകൾ വഴി മാനഹാനിയോ ധനനഷ്ടമോ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. പെട്ടെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കൂടാൻ സാധ്യതയുള്ള മാസമാണിത്. നിയമപരമായ പ്രശ്നങ്ങളോ കേസ് വഴക്കുകളോ ഉള്ളവർ അതീവ ജാഗ്രത പുലർത്തണം. രക്തസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കുക. ആയുധങ്ങളുമായോ ഇരുമ്പുമായോ ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാം. അനാവശ്യമായ സ്ഥലമാറ്റമോ കുടുംബകലഹമോ ഉണ്ടാവാതിരിക്കാൻ വീട്ടിലെ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും അതീവ ശ്രദ്ധ ആവശ്യമുള്ള കാലമാണ്. പങ്കാളിയുമായോ മക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. യാത്രകൾ കൂടുതലായി വേണ്ടിവരുമെങ്കിലും അവ വഴി ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങളിൽ ജാഗ്രത വേണം. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും പദവികൾ നിലനിർത്താൻ സാധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായ മാസമാണിത്. ശത്രുക്കളുടെ മേൽ വിജയം നേടാനും ഉയർന്ന പദവികൾ അലങ്കരിക്കാനും സാധിക്കും. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. രോഗങ്ങൾ മാറി ശാരീരിക ക്ഷമത വർദ്ധിക്കും. പുതിയ വീട് വാങ്ങാനോ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനോ അവസരം ലഭിക്കും. കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം. ഐശ്വര്യവും പ്രശസ്തിയും ഈ മാസം കൂടെ ഉണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മാനസികമായും സാമ്പത്തികമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന മാസമായിരിക്കും. മക്കളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആശങ്ക
ആശങ്കകൾ ഉണ്ടാകാം. ഭൂമി ഇടപാടുകളിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കണമെന്നില്ല. അനാവശ്യ ബന്ധങ്ങൾ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കാൻ സാധ്യതയുണ്ട്. വാക്കുകൾ നൽകുമ്പോൾ പാലിക്കാൻ സാധിക്കുമോ എന്ന് ആലോചിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ ഏറ്റക്കുറച്ചിലുകൾ നേരിടാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യമായ സൗഹൃദങ്ങൾ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം മാനഹാനിക്കും ആരോഗ്യക്ഷയത്തിനും കാരണമാകാതെ നോക്കണം. കുടുംബത്തിൽ പങ്കാളിയുമായോ മക്കളുമായോ കലഹങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. യാത്രാവേളകളിൽ അപകടങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം. എന്നാൽ എഴുത്തുകാർക്കും ബുദ്ധിപരമായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും കരിയറിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഭക്ഷണ വിഷബാധ ഏൽക്കാതെ ശ്രദ്ധിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. രോഗമുക്തിയും ആരോഗ്യപരമായ പുരോഗതിയും ഈ മാസത്തിന്റെ സവിശേഷതയാണ്. നല്ല സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. സമൂഹത്തിൽ മാന്യതയും ഉയർന്ന സ്ഥാനമാനങ്ങളും ലഭിക്കാൻ യോഗമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനം കയറ്റം ലഭിക്കാം. കുടുംബത്തിൽ പങ്കാളിയുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും. എങ്കിലും സഹോദരങ്ങളുമായുള്ള ഇടപാടുകളിൽ അല്പം ശ്രദ്ധ കാണിക്കുന്നത് നല്ലതാണ്. നിയമപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ഒഴിവാക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.